വെൽക്കം ടു ഡീൽസ് കേരള മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് അപ്ഡേറ്റ്സ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകരാഷ്ട്രീയത്തെ തന്നെ കുലുക്കുന്ന നിരവധി നിർണായക സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്നിരിക്കുന്നത്. ആദ്യമായി അമേരിക്കയിൽ നിന്നുള്ള വലിയൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്നുള്ള ഒരു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അപ്രതീക്ഷിതമായി രാജിവച്ചിരിക്കുകയാണ്. ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ തലവനായ ജോ കെന്റാണ് രാജിവച്ചത്. തന്റെ രാജിക്കുറിപ്പിൽ അദ്ദേഹം തുറന്നടിച്ചത് ശ്രദ്ധേയമാണ്. ഇറാനെതിരായ യുദ്ധത്തെ ഞാൻ പിന്തുണയ്ക്കാൻ കഴിയില്ല. ഇറാൻ അമേരിക്കയ്ക്ക് തൽക്ഷണ ഭീഷണി ഉയർത്തിയിട്ടില്ല. ഇസ്രായേലിന്റെയും അവരുടെ ശക്തമായ ലോബിയുടെയും സമ്മർദ്ദമാണ് ഈ യുദ്ധത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലുള്ള ഭിന്നതകൾ വ്യക്തമാക്കുന്ന പ്രധാന സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഇറാനിൽ നിന്ന് വലിയൊരു വാർത്ത കൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി തെഹ്റാൻ ഔദ്യോഗികമായി അറിയിച്ചു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുൻ തലവനും പരമോന്നത നേതാവായ അലി ഖമേനയിയുടെ അടുത്ത ഉപദേഷ്ടാവുമായിരുന്ന ലാരിജാനി രാജ്യത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മകനും ഡെപ്യൂട്ടിയും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യബദ്ധമായ ആക്രമണം യുദ്ധം ഒരു പുതിയ ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ്. ഇതിനിടയിൽ നാറ്റോ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട് നാറ്റോ വലിയൊരു തർക്കവും നിലനിൽക്കുന്നു എന്നതാണ്. ട്രംപ് പറഞ്ഞത് നാറ്റോ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നതാണ്. അതേസമയം ഇനി അവരുടെ സഹായം നമുക്കാവശ്യമില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള പുതിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. യുദ്ധത്തിന്റെ സൈനിക ഭാഗത്തേക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹക കപ്പലുകളിൽ ഒന്നായ USS ജെറാൾഡ് ഫോർഡ് തീപിടിത്തത്തെ തുടർന്ന് താൽക്കാലികമായി തുറമുഖത്തിലേക്ക് മാറ്റാനിരിക്കുകയാണ്. ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന ഈ കപ്പലിലുണ്ടായ തീപിടിത്തത്തിൽ 200ഓളം നാവികർക്ക് പരിക്കേറ്റു. 100-ലധികം താമസ സൗകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. എന്നാൽ കപ്പൽ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ യുദ്ധത്തിന്റെ വ്യാപ്തി മിഡിൽ ഈസ്റ്റിനു പുറത്തേക്കും വ്യാപിക്കുന്ന സൂചനകളുണ്ട്. ഇറാഖിലെ US എംബസി ബാഗ്ദാദ് ലക്ഷ്യമാക്കി റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചു. ബാഗ്ദാദിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇറാനിലെ ആണവ സൗകര്യങ്ങളും ഇപ്പോൾ വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. ബുഷേർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രദേശത്ത് ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. റോസാറ്റോം ഇത് ശക്തമായി അപലപിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയിലേക്ക് നോക്കാം. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണയുടെ 20% കടത്തുന്ന പ്രധാന പാത ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇറാൻ നിയന്ത്രിച്ചതോടെ ആഗോള എണ്ണ വിപണി അസ്ഥിരമായി. ഇതിന്റെ പ്രതിഫലം വിമാനയാന മേഖലയിലും ശക്തമായി അനുഭവിക്കുന്നു. ഡെൽറ്റ എയർലൈൻസ് മാർച്ചിൽ $400 മില്യൺ അധികം ചെലവ് വന്നതായി അറിയിച്ചു. യൂറോപ്പിൽ ജെറ്റ് ഇന്ധനവില ഇരട്ടിയായി. ഏഷ്യയിൽ 80% വരെ ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ വിമാന ഗതാഗതവും ഗുരുതരമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ദുബായ് എയർപോർട്ട് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAE അവരുടെ വ്യോമാതിർത്തി അടച്ചു. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളം വഴി യാത്ര ചെയ്ത 86,000 യാത്രികരെ വരെ ഇത് ബാധിച്ചു. യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും ഉയരുന്നു. ലെബനോനിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കി. അതേസമയം യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനോൻ മേഖലയിൽ അപകട സാധ്യത ഉയർന്നതായി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പക്ഷം വ്യക്തമാക്കുന്നത് ഈ യുദ്ധം അവസാനിക്കില്ല, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ തുടരും എന്നതാണ്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൻ സാർ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ പുതിയ നീക്കവും ശ്രദ്ധേയമാണ്. ഹിസ്ബുള്ളയെ നിരായുധമാക്കാൻ സിറിയയെ പ്രേരിപ്പിക്കുന്ന ശ്രമം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സിറിയ ഇതിൽ നേരിട്ടിടപെടാൻ ഇപ്പോൾ തയ്യാറല്ല. സംഗ്രഹം:
ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം ഇനിയൊരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല. ഇത് ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവും ഊർജ്ജ മേഖലയെയും ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതകൾ, ഇറാനിലെ ഉന്നത നേതാക്കളുടെ വധം, നാറ്റോയിലെ പിളപ്പ്, ആഗോള എണ്ണ വിമാനയാന പ്രതിസന്ധി, യുദ്ധം വ്യാപിക്കാനുള്ള ഭീഷണി ഇവയെല്ലാം ചേർന്നപ്പോൾ ലോകം ഒരു നിർണായക വഴിത്തിരിവിലാണെന്ന് വ്യക്തമാകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.